തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ വരെ എല്ലാവരും പരമാവധി ശ്രമിച്ചെങ്കിലും 2019 അപേക്ഷിച്ച് മധ്യപ്രദേശിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ എല്ലാവരും പരാജയപ്പെട്ടു. ചൂട്, വിവാഹം, വിളവെടുപ്പ് തുടങ്ങി 10ഓളം കാരണങ്ങളാണ് ഇതിനു പിന്നിൽ പറയുന്നത്. സർവേയിൽ കാരണങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് പാർട്ടികളുള്ളത്. BJP, കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ സന്ദർശനവും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായ ഫലമുണ്ടാക്കിയില്ല. പ്രധാനമന്ത്രി മോദി 7 മീറ്റിംഗുകളും 2 റോഡ് ഷോകളും നടത്തി. അതിൽ സാഗറിൽ മാത്രമാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി 5 യോഗങ്ങൾ നടത്തിയപ്പോൾ ഭിന്ദിൽ മാത്രമാണ് വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത്. സംസ്ഥാനത്തെ താരപ്രചാരകരുടെ യോഗങ്ങൾ വോട്ടിംഗിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മോദിയും അമിത്ഷായും JP നദ്ദയും സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഓടി നടന്ന് പ്രചരണം നടത്തി. അമിത്ഷാ 6 ഇടങ്ങളിൽ പ്രചരണം നടത്തി. അതിൽ 2 ഇടത്ത് മാത്രമേ നേരിയ രീതിയിലെങ്കിലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുള്ളൂ. ബാക്കിയുള്ള 4 ഇടങ്ങളിൽ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. JP നദ്ദയാകട്ടെ 7 ഇടങ്ങളിൽ പ്രചരണം നയിച്ചപ്പോൾ 7 ഇടത്തും വോട്ടിംഗ് ശതമാനം ഇത്തവണ കുറഞ്ഞു. ചിലയിടങ്ങളിൽ 10% മുകളിലാണ് പോളിംഗ് കുറഞ്ഞത്. ഇത് BJPയെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മധ്യപ്രദേശിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാണ് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. വോട്ടിംഗ് ശതമാനം കുറയുന്നത് BJPക്കാണ് ബുദ്ധിമുട്ട് ഏറെ ഉണ്ടാക്കുന്നത്. സംസ്ഥാന ഭരണം BJP നേടിയെങ്കിലും തൊട്ടു പുറകെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് ശതമാനത്തിലെ ഗണ്യമായ കുറവ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.